ആരാ? ഇതാരത്? അല്ല, ആരാ മനസ്സിലായില്ലായിരുന്നു. ഓ, വീട് നോക്കാൻ വന്നാണെങ്കിൽ സോറി, ഞങ്ങളിത് വാങ്ങിച്ചു. ഇന്നലെ രജിസ്ട്രേഷൻ കഴിഞ്ഞായിരുന്നു. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുമ്പത്തെ ഓണറായിട്ടൊന്ന് സംസാരിച്ചോ. ഞാനേ ഈ സാധനങ്ങളൊക്കെ അൺപാക്ക് ചെയ്യുന്നതിൻ്റെ കുറച്ച് തിരക്കിലായിരുന്നു. സോ ഇഫ് യു ഡോണ്ട് മൈൻഡ് ഒന്ന് കുറച്ച് വെള്ളം തരുമോ? അല്ല, ഒരാൾ ആദ്യമായിട്ട് വീട്ടിൽ വന്ന് കുറച്ച് വെള്ളം ചോദിച്ചോ, അറ്റ്ലീസ്റ്റ് അതെങ്കിലും കൊടുക്കാനുള്ള മര്യാദ ഉണ്ടെന്ന് കരുതി. ഓ, ഐ എം സോറി, ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം. വെള്ളം. താങ്ക്സ്. അല്ല, എനിക്ക് ശരിക്കും മനസ്സിലായില്ലായിരുന്നു കേട്ടോ. എടാ, താനിങ്ങനെ പേടിക്കണ്ട. ഷ്യാമല്ലേ? ആ, അതെ. ഞാൻ പവിത്ര, 26 വയസ്സ്. എൻ്റെ വീട്ടിൽ ഇന്നൊരു കല്യാണാലോചന വന്നായിരുന്നു. അപ്പം ഇതാണ് പയ്യൻ്റെ ഹോം അഡ്രസ്. ഒന്ന് വന്ന് കണ്ട് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. ആ, എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ലായിരുന്നു കേട്ടോ, അതാണ്. കുറച്ച് കഷണ്ടിയായിട്ട് കണ്ണട വെച്ച്, അതല്ലേ തൻ്റെ അച്ഛൻ? അതെ, അച്ഛനാ. ആ പുള്ളി വന്നത്. ഓ, ഇതിപ്പോൾ ഞാൻ ഇന്ന് തന്നെ ഇങ്ങോട്ട് വന്നത് അങ്ങോട്ടുള്ളൊരു യാത്ര ഒഴിവാക്കാനോ. മനസ്സിലായില്ല. ടു ബി ഫ്രാങ്ക്, ഈ കല്യാണം നടക്കത്തില്ല. ഓ, എനിക്ക് വേറെ കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട്. എൻ്റെ വീട്ടുകാർ എത്ര നിർബന്ധിച്ചാലും ഞാനിപ്പോഴേ കല്യാണം കഴിക്കത്തില്ല. പിന്നെ എന്നെ ആദ്യമായിട്ട് പെണ്ണ് കാണാൻ വന്ന ആളെ അങ്ങോട്ട് പോയി കാണണമെന്ന് പണ്ടേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ദാറ്റ്സ് ഓൾ. അപ്പം ശരി, ബൈ. ഓക്കെ. എന്തിലാട്ടെ. സത്യത്തിലേ എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കാ. വീണ്ടും കണ്ടത് സോറിയേ. എന്താ ഇത്, പട്ടിക്കാടോ? ഒന്ന് കയറി നിൽക്കാൻ പോലും ഒരു ഇടമില്ല. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ വണ്ടിയിൽ നിന്ന് വീണ്. അയ്യോ, മുറിഞ്ഞോ? മരുന്ന് നോക്കിയാ? ഇല്ല, കുഴപ്പമില്ല. താനിരിക്കേ. വേണ്ട, മഴ ഇപ്പോൾ കുറഞ്ഞോളൂ. മഴ ഇപ്പൊ കുറയും തോന്നില്ല. താൻ നിക്ക്, പോരാ. എന്നാടോ, തലേക്കൊന്ന് തുടക്കി. താങ്ക്സ്. താൻ ഇരിക്ക്. ഇരുന്നോടെ ഒന്നില്ല, തന്നെ ആദ്യമായിട്ട് പെണ്ണാണാൻ വരായിരുന്ന ആളല്ലേ? വേണ്ട, നനഞ്ഞിരിക്കല്ലേ. ആണോ? എങ്കിൽ താൻ എന്തായാലും ഇരിക്കും, ഞാൻ ഒന്നുകൂടി പോയിട്ട് വരാം. ഇവിടെ ലേഡീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് ഡ്രസ് ഐറ്റംസ് ഒന്നുമില്ല. താൻ എന്തായാലും ഇത് യൂസ് ചെയ്തോ. അവിടെ റൂം പോയി ചേഞ്ച് ചെയ്തോ. അയ്യോ, ഇത് വേണ്ട, മഴ കുറയുമ്പോൾ ഞാൻ പൊക്കോളാം. താൻ നന്നായിട്ട് വിറക്കുന്നുണ്ട്, പോയി ചേഞ്ച് ചെയ്തോ. ചെല്ല്. ആണല്ലേ? ഏത് റൂം? അവിടെ. താങ്ക്സ്. അതെ, ബ്ലൗസ് പാകാവോന്നറിയില്ല. ആ പെട്ടിക്കകത്ത് 1-2 ഉണ്ട്, ട്രൈ ചെയ്ത് നോക്ക്. താങ്ക്സ്.
കോഫി കുടിക്കൂലേ? ബ്രൂ ആണോ? ആ, ചൂടുണ്ടേ? കുഴപ്പമില്ല, പുറത്ത് നല്ല മഴയല്ലേ. ഞാൻ പറഞ്ഞില്ലേ, സാധനങ്ങളൊക്കെ പയ്യെ അറേഞ്ച് ചെയ്ത് വരുന്നുള്ളൂ. ആകെ മൊത്തൊരു മെസ്സായി കിടക്കുക. കുഴപ്പമില്ല, ഇറ്റ്സ് നൈസ്. പക്ഷേ സാധനങ്ങളൊക്കെ കുറച്ച് പഴയതാണല്ലോ. മൊത്തത്തിലൊരു തന്ത വൈബ്. പഴയ ടേപ്പ് റെക്കോർഡ്. ആ, ഇവൻ കുറച്ച് പഴയതാ. പക്ഷെ നമ്മളൊരു തട്ടോ മുട്ടോ കൊടുത്താൽ നമുക്ക് വേണ്ടി പണിയെടുത്തോളും. എങ്കിൽ 2 തട്ട് കൊടുക്കോ? പുറത്ത് നല്ല മഴയല്ലേ. ഓ, നോക്കി വെക്കാം. ഈ ട്രാക്ക് നോക്കാം. അയ്യോ, എന്ത് പറ്റിയോ? ഇപ്പം ശരിയാക്കാം. എന്ത് പറ്റിയാവൂ? ഞാൻ നോക്കട്ടെ, ഞാൻ ശരിയാക്കി തരാം. ഇതുണ്ട്. സെല്ലോ ടേപ്പ് ഉണ്ടോ? ടേപ്പ് ഉണ്ടാവും. ആ, റെഡിയാ? എന്നാ, എൻ്റെ പേര് പവിത്ര. ജോബ് ഹണിയാണ്. വീട്ടിൽ അച്ഛൻ, അമ്മ, ഒരനീത്തി, പിന്നെ ഞാനും. ഇത്രേ ഉള്ളൂ. വേറെന്താ? എൻ്റെ പേര് ശ്യാം. ഞാൻ ഒരു അഡ്വർടൈസ്മെന്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ താൻ പറഞ്ഞ പോലെ പഴഞ്ചൻ ഒരു തന്തവൈബ്. അങ്ങനെയൊക്കെ. വീട്ടിൽ അമ്മ, അച്ഛൻ, ഞാൻ. അഡ്വർടൈസിങ്ങിലാണല്ലേ? എങ്ങനെയുണ്ട് ജോബ്? ഞാൻ ആക്ച്വലി അവിടുത്തെ ചീഫാണ്. വർക്കൊക്കെ പിള്ളേർ നോക്കിക്കോളും. ഞാനിങ്ങനെ ഇവിടെയൊക്കെ ഇരുന്ന് പുസ്തകമൊക്കെ വായിച്ച് ഈ കാസറ്റൊക്കെ കേട്ട് അങ്ങനെ ഓർമ്മയിൽ ടൈം ട്രാവലൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കും. ഓർമ്മയിൽ ടൈം ട്രാവലോ? ആ, ഈ പാട്ടിൻ്റെ ഒക്കെ ഒരു മാജിക് തന്നെ അതല്ലേ, ഇമാജിനേഷൻ. നമുക്ക് അങ്ങനെ നമ്മുടെ പഴയ കാലത്തേക്ക് പോവാം. അത് ശരി. എങ്കിൽ നമുക്കൊരു ടൈം ട്രാവൽ നടത്തിയാലോ? ഓ, വൈ നോട്ട്. ഓക്കെ. ഒന്ന് കണ്ണടക്കി. ഇയാൾ പറഞ്ഞു ശരി കേട്ടോ. ഇറ്റ്സ് വർക്കിംഗ്. താങ്ക്സ് ശ്യാം. ഓ, മഴ തീരുന്നില്ലല്ലോ. ഞാൻ ഊബർ ബുക്ക് ചെയ്യണോ? വേണ്ട, അതിപ്പോൾ നിന്നോളൂ. വീട്ടിലെന്തെങ്കിലും വിളിച്ചു പറയുന്നതിലും വേണോ? അതൊന്നും വേണ്ട. അല്ല, ഇത് പറഞ്ഞേ, എങ്ങനെയുണ്ട് എന്നെ പെണ്ണ് കണ്ടിട്ട്? അയ്യോ, ഞാനെങ്ങനെയൊന്നും ഓർത്തൊന്നുമില്ല. ആണോ? എങ്കിൽ ശരി, പോയ സോഫ ഇരിക്കാം. സോഫയില് ഇരി. ഓക്കെ. ഇരിക്ക്. എന്ത് പറ്റി? ചുമ്മാ നാണം വർക്കൗട്ട് ചെയ്തേ. പക്ഷേ നടക്കത്തില്ല. ഓക്കെ, ഇനി ചെക്കനും പെണ്ണിനും സംസാരിക്കാനുള്ള ടൈം. ഓക്കെ. എന്തെങ്കിലും ചോദിക്ക്. ഞാനോ? ആ,
എന്നെ ഇഷ്ടമായോ? അയ്യോ, അത് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല കേട്ടോ. മൈ മിസ്റ്റേക്ക്. ഇഷ്ടമായോന്ന് ചോദിച്ചാ ഒരു ഹസ്ബൻഡ് മെറ്റീരിയലായി തോന്നുന്നുണ്ട്. പിന്നെ നമ്മുടെ കൊച്ചി ബിനാലയിലെ കുറെ ബുദ്ധിജീവികൾ വരും, അവരെപ്പോലെയും തോന്നാറുണ്ട്. ഓക്കെ, എന്നെ ഇഷ്ടമായോ? അങ്ങനെ ചോദിച്ചാ ഇഷ്ടപ്പെടാണ്ടിരിക്കാൻ എന്താ? ഞാൻ രാവിലെ അങ്ങനെ കയറി വന്നപ്പം സങ്കടമായോ? ഇല്ലില്ല, സങ്കടമൊന്നുമില്ല. ഞാൻ പെട്ടെന്ന് സർപ്രൈസ് ആയിപ്പോയി സത്യം പറഞ്ഞ. ഓക്കെ. അല്ല, ഈ സാരി എവിടുന്നാ, ആർക്ക് വേണ്ടി വാങ്ങിയേ? അത് ഞാൻ പണ്ടൊരിക്കൽ കൊൽക്കത്തയിൽ പോയി വാങ്ങിച്ചതാ. ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാന്ന് വെച്ച് വാങ്ങിച്ചാണ്. പിന്നെ അതങ്ങനെ ആ പെട്ടിലിരിക്കട്ടെ എന്ന് വിചാരിച്ചു. അത് വല്ല ജോലിക്കോ ട്രിപ്പിനോ വല്ലതും പോയതാണോ? ട്രിപ്പൊന്നുമല്ല. പെട്ടെന്നൊരു ദിവസം ചായ കുടിക്കാൻ ഒരു മോഹം തോന്നി. നമ്മുടെ കൊൽക്കത്തയിലെ ഹൗറ ബ്രിഡ്ജിന്റെ അടുത്തൊരു മസാല ചായ കിട്ടുന്ന കടയുണ്ട്. ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചാ പെട്ടെന്നൊരു മോഹം തോന്നി, അങ്ങനെ അങ്ങ് പോയി. സീരിയസ്ലി? ആ, ചായ കുടിക്കാനോ? പിന്നെ അതിനിപ്പോ എന്താ. ഞാൻ 3 വരെ ചായ കുടിക്കാൻ പോയായിരുന്നു. അതിന്റെ ക്ഷീണം ഇതുവരെ വീട്ടിൽ നിന്ന് മാറിയിട്ടില്ല. വീട്ടുകാർ പറയുന്നത് കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും ഇതുപോലെ ചായ കുടിക്കാൻ പോകാന്ന്. അങ്ങനെയൊക്കെ പറ്റുമോ? പറ്റുമോ? എനിക്ക് ഭയങ്കര ഇഷ്ടം പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ ട്രെയിനിലൊക്കെ കയറി ചായ കുടിച്ചിട്ട് തിരിച്ചു വരാം. അങ്ങനെയാണെങ്കിൽ പോണം. നമ്മുടെ നാടല്ലേ. നമ്മുടെ നാടൊക്കെ മാറി. മഴ മാറിയെന്ന് തോന്നുന്നേ. മാറി, കുറഞ്ഞു. എങ്കിൽ ഞാൻ പോട്ടെ. ഓക്കെ. താങ്ക് യു ഫോർ എ ഗുഡ് ഡേ, ഗുഡ് ടൈംസ് ആൻഡ് നല്ല കുറച്ച് ഓർമ്മകൾ. ഇവിടൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ? ഞാനവിടെ പോനാ, ഇവിടൊക്കെ തന്നെ ഉണ്ടാവും. ഒരു മിനിറ്റ്. അപ്പൊ ശരി, ബൈ. ഓക്കെ. ഇതൊക്കെ ഇവിടെ മറന്നല്ലോ. ഡ്രസ് മറന്നല്ലേ? ഫോണുണ്ട് അതില്. ഓ, അത് മറന്നല്ലേ? എല്ലാം മറന്നു. താങ്ക്സ്. ഇത് തനിക്കൊരു ചെറിയ ഗിഫ്റ്റാ. ഇതോ? ശരിക്കും? താങ്ക്സ്. അപ്പോൾ ഓക്കെ, കാണാം. ബൈ.